അധ്യായം 2. കാലാന്തരത്തിൽ കാട് മൂടിപ്പോയ ദക്ഷന്റെ യാഗഭൂമി. പിന്നീട് നായാട്ടിനിറങ്ങിയ ഒരു കുറിച്യ യുവാവ് തന്റെ അമ്പ് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ ഉരച്ചപ്പോൾ അതിൽ നിന്നും രക്തം വാർന്നു. ഭയന്നുപോയ അയാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അവിടുത്തെ പ്രമുഖ നമ്പൂതിരിമാരും നാടുവാഴികൾ എത്തുകയും അത് സ്വയംഭൂവായ ശിവലിംഗമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ശേഷം കരിക്കൻ വെള്ളം അഭിഷേകം ചെയ്തപ്പോഴാണ് രക്തപ്രവാഹം നിന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കാണ് ഇന്നും ഉത്സവത്തിന് പ്രശസ്തമായ ഇളനീരാട്ടം നടത്തുന്നത്. തിരുവഞ്ചിറ എന്ന ചെറിയ കുളത്തിന് നടുവിലുള്ള മണിത്തറയിലാണ് സ്വയംഭൂവായ ശിവലിംഗമുള്ളത്. ഇതിനടുത്തുള്ള അമ്മാരക്കല്ല് സതീദേവി ആത്മഹൂതി ചെയ്ത സ്ഥലമായി കരുതുന്നു. ഉത്സവകാലത്ത് മാത്രമായി കൂവയിലയും ഈറ്റയും ഉപയോഗിച്ച് ഇവിടെ കുടിലുകൾ കെട്ടുന്നു. ഉത്സവം കഴിഞ്ഞാൽ ഇവയെല്ലാം പൊളിച്ച് പുഴയിലേക്ക് ഒഴുക്കുന്നു. അതാണ് ആചാരം. ബാവേലി പുഴയിലെ കല്ലുകൾ കൂട്ടിയുരയ്ക്കുമ്പോൾ ചന്ദനം ലഭിക്കുന്ന ഒരു അത്ഭുത കാഴ്ച. ആഡംബരങ്ങളോ വലിയ ആർഭാടങ്ങളോ ഇല്ലാതെ പ്രകൃതിയെ അറിഞ്ഞ് പുഴ കടന്ന് മഴ നനഞ്ഞ് ഭഗവാനെ തൊഴുക, അതാണ് കൊട്ടിയൂർ തരുന്ന അനുഭവം. ആത്മീയതയുടെ ഏറ്റവും ലളിതവും സുന്ദരവുമായ ഭാവം. പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഇവിടെ ഈശ്വരനെ ആരാധിക്കുന്നത്. തിരുവഞ്ചിറയിലെ തണുത്ത വെള്ളത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ തൊഴാൻ സാധിക്കുന്നത് ജന്മസാഫല്യമായാണ് ഭക്തർ കാണുന്നത്. ഒപ്പം ദക്ഷന്റെ താടിയെ പ്രതിനിധീകരിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രതീകമായ ഓടപ്പൂവും വാങ്ങി മാത്രമേ ഭക്തർ ഈ കൊട്ടിയൂർ മണ്ണ് വിട്ട് മടങ്ങാറുള്ളൂ. റോഡിലാകെ മൊത്തം ഭക്തരുടെ തിരക്കാണ്. ഇക്കരെ കൊട്ടിയൂർ ഒരു പരമ്പരാഗത കേരളീയ ക്ഷേത്രമാണിത്. നാലമ്പലം, ബലിക്കല്ല്, കൊടിമരം എന്നിവയോട് കൂടിയ ഒരു പൂർണ്ണ ക്ഷേത്ര സമുച്ചയമാണിത്. പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. ഇതിനു പുറമെ ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭഗവതി എന്നീ ഉപദേവതകളുമുണ്ട്. നട അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ഭക്തർ ഇക്കരെ കൊട്ടിയൂരിൽ വന്ന് വണങ്ങും. കൊട്ടിയൂർ ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഇക്കരെ കൊട്ടിയൂരിലും അക്കരെ കൊട്ടിയൂരിലും ദർശനം നടത്തണം എന്നാണ് വിശ്വാസം. ഇക്കരെ കൊട്ടിയൂർ സ്ഥിരം സാന്നിധ്യമായും അക്കരെ കൊട്ടിയൂർ വാർഷിക സമാഗമായും ഭക്തർ കാണുന്നു. കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹവും കയ്യിലൊരു നെയ്പായസവുമായി ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നു. 100 രൂപയാണ് വില. ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഒട്ടനേകം ആളുകൾ ഇവിടേക്ക് ദിവസവും എത്തുന്നു. മടക്കയാത്രയിൽ ഞങ്ങൾ കണ്ട മറ്റൊരു അതിമനോഹരമായ കാഴ്ച, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും മണത്തണയിലെത്തി മണത്തണയിൽ നിന്നും കാൽനടയായി കൊട്ടിയൂരിലേക്ക് ഇളനീരാട്ടത്തിനായി ഇളനീർ കൊണ്ടുപോകുന്ന കാഴ്ച. അതിനായി ഇവർ ദിവസങ്ങളോളം നോമ്പ് നോറ്റ് ഭക്തിയോടുകൂടി ഇവിടെ മണത്തണയിലെത്തുന്നു. അക്കരെ കൊട്ടിയൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അധ്യായം 1 കാണാത്തവർക്കായി ലിങ്ക് താഴെ കൊടുക്കുന്നു. കാണുക. നന്ദി.